റോ വരട്ടെ, ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് വരട്ടെ അന്വേഷിക്കാൻ, അതിലൊന്നും ഒരു ഭയവും ഇല്ല. മലയാള സർവകലാശാലക്ക് ആദ്യം സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ നമ്മളുടെ ശിഹാബ് തങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലം മുസ്ലിം ലീഗ് എന്താക്കി, അവരുടെ കീഴിലുള്ള സൊസൈറ്റിക്കാക്കി മാറ്റി. അത് മലയാള സർവകലാശാലക്ക് കൊടുത്തില്ല. ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആശുപത്രി നിൽക്കുന്ന സ്ഥലം നെഞ്ചയാണ്, പാടാണത്. അവിടെ വലിയ മരങ്ങളോ തെങ്ങോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തണ്ണീർത്തട നിയമമനുസരിച്ച് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ലായിരുന്നു. എന്നാൽ UDFന്റെ സർക്കാരിൻ്റെ കാലത്ത് മലയാളം സർവകലാശാലയ്ക്ക് കണ്ടുവച്ചിരുന്ന ആ ഭൂമി മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? അന്ന് ലീഗാണല്ലോ ഭരിക്കണത്. ലീഗ് എന്ത് ചെയ്തു? അത് അവരുടെ കീഴിലുള്ള ഒരു സൊസൈറ്റിക്കാക്കി മാറ്റി. എന്നിട്ട് തണ്ണീർത്തട നിയമം നിലനിൽക്കെ ഒരു ആശുപത്രി തുടങ്ങാനെന്നുള്ള നിലയിൽ പ്രത്യേകാനുമതി അവിടം തൂർക്കുന്നതിന് വേണ്ടിയും അവിടെ ബിൽഡിങ്ങുകൾ പണിയുന്നതിന് വേണ്ടിയും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം മലയാളം സർവകലാശാലക്ക് എന്നുള്ള നിലയിൽ കണ്ടുവച്ചിരുന്നത് സർവകലാശാലക്ക് നഷ്ടമാകുന്നത്. പിന്നെ അവർ തന്നെ മറ്റു ഭൂമികൾ കണ്ടെത്താൻ വേണ്ടി നോക്കി. അങ്ങനെ അവരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ കാലത്താണ് എല്ലാ എഴുത്തുകുത്തുകളും നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1,70,000 രൂപ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ഥലത്തിന് ഭൂവുടമകളുമായി ചർച്ച ചെയ്ത് ആ കാര്യം തീരുമാനിച്ച് സർക്കാരിലേക്ക് അയക്കുന്നത് വില നിർണയ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരും. വില നിർണയ സാക്ഷ്യപത്രം എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് വെട്ടം വില്ലേജിലെ 141(6), 313(5), 313(3)B, 343(3), 315(3), 315(1), 313(1)B, 340(5), 341(1), 313(4)B, 341(6), 315(2), 313(6), 313(7), 313(8)B, 316(10) സർവേ നമ്പറുകളിൽപ്പെട്ട വസ്തു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് ജില്ലാതല വില നിർണയ സമിതി യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി ചർച്ച നടത്തിയതിൽ സെന്റ് ഒന്നിന് 1,70,000 രൂപ വില നിശ്ചയിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ മലപ്പുറം ഒപ്പ്. തീയതി കളക്ടറേറ്റ് മലപ്പുറം 22/2/2016. 22/2/2016 UDF ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വില നിർണയം നടത്തിയ സ്ഥലമാണിത്. എന്നിട്ട് ഇത് സർക്കാരിലേക്ക് അയച്ചു. ഇവർ പറയുന്നത് എന്താ? അത് അവസാന നാളായിരുന്നു, ഞങ്ങൾക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ സർക്കാരിലേക്ക് വന്നപ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിൽ അബ്ദുൾ റബ്ബിന്റെ നാടിനോട് തൊട്ടടുത്ത് അദ്ദേഹം തന്നെ രൂപം നൽകിയെന്ന് പറയപ്പെടുന്ന മലയാളം സർവകലാശാലയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വില നിർണയ സമിതി കൂടുന്നതും ഈ വില നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം പങ്കെടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയും? റവന്യൂ വകുപ്പാണ്. ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്നാണെങ്കിൽ, ഇത് റവന്യൂ വകുപ്പാണ് ചെയ്തത്, ഞാൻ അറിഞ്ഞില്ല എന്നാണെങ്കിൽ അതേ കാര്യം എനിക്കും ബാധകമല്ലേ? ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ അദ്ദേഹത്തെ പോലെ തന്നെ ഞാനും സർവകലാശാലകളുടെ ഭരണം നടത്തിയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ ഇത്? ശരി, അന്ന് ചേർന്ന യോഗം, ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഉണ്ട്.
ആ യോഗത്തിൻ്റെ മിനിറ്റ്സാണിത്. ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ അവരെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത്. ഒന്ന് PV മോൺസി, ഡെപ്യൂട്ടി കളക്ടർ LA. 2 ശ്രീ T കൃഷ്ണൻ, ഫിനാൻസ് ഓഫീസർ. 3 ഡോക്ടർ അരുൺ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ തിരൂര്. 4 ശ്രീ മോഹനനാഥ ബാബു, AO മലയാളം സർവകലാശാല. ഈ 4 പേരാണ് DLPC എന്ന് പറയുന്ന ജില്ലാതല വില നിർണയിക്കുന്ന കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടറായിരുന്നു മീറ്റിംഗ് ചെയർ ചെയ്തത്. എന്നിട്ട് തീരുമാനങ്ങൾ, മലയാളം സർവകലാശാലയ്ക്ക് ആവശ്യമായി വരുന്ന 15 ഏക്കറോളം വരുന്ന ഭൂമിക്ക് വില നിശ്ചയിക്കുന്നതിനാണ് യോഗം ചേർന്നിരിക്കുന്നതെന്ന് അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടർ ആമുഖമായി പറഞ്ഞു. പ്രസ്തുത പദ്ധതിക്ക് ആവശ്യമായി വരുന്ന ഭൂമി 3 വിഭാഗത്തിൽപ്പെടുന്നവയാണ്. പ്രദേശത്തെ ഭൂമിയുടെ അടിസ്ഥാന വില 41,110 രൂപയാണെന്നും ഫെയർ വാല്യൂ മേൽവിലക്കും താഴെയാണ് വരുന്നതെന്നും കളക്ടർ യോഗത്തിൽ അറിയിച്ചു. മലയാളം സർവകലാശാലയ്ക്കു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന പ്രസ്തുത പ്രദേശത്ത് ഭൂമിക്ക് സെന്റൊന്നിന് 7 ലക്ഷം രൂപ വിലയുണ്ടെന്നും നിലവിലെ മാർക്കറ്റ് വാല്യൂ കൂടി കണക്കിലെടുത്ത് വില നിശ്ചയിക്കണമെന്നും ഭൂ ഉടമകൾ യോഗത്തിൽ പറഞ്ഞു. സർവേ നമ്പർ 313-ൽപ്പെട്ട PWD റോഡ് ആക്സസ് ഉള്ള കൊമേഴ്സ്യൽ പ്ലോട്ടായി കാണാവുന്ന 4.77 ഏക്കർ ഭൂമിയും സർവേ നമ്പർ 341-ലെ പഞ്ചായത്ത് റോഡ് ആക്സസ് ഉള്ള 4.42 ഏക്കർ ഭൂമിയും റോഡ് സൗകര്യങ്ങളില്ലാത്ത വെറ്റ്ലാൻഡ് വിഭാഗത്തിൽപ്പെടുന്ന 6 ഏക്കർ ഭൂമിയുമാണ് പ്രസ്തുത ഭൂമിയിൽ വരുന്നതെന്ന് കളക്ടർ അറിയിച്ചു. ഈ ഭൂമി 3 വിഭാഗത്തിൽപ്പെടുന്നവ ആയതിനാൽ ഈ ഭൂമി ഒരേ വില കാണാനാവില്ലെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ പറഞ്ഞു. മൊത്തത്തിലുള്ള 15 ഏക്കറോളം വരുന്ന ഭൂമിക്ക് സെന്റൊന്നിന് 1 വിലയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭൂ ഉടമകൾ യോഗത്തിൽ അറിയിച്ചു. പ്രസ്തുത പ്രദേശത്ത് സെന്റൊന്നിന് മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും സെന്റൊന്നിന് ലഭിക്കാതെ ഭൂമി നൽകാനാവില്ലെന്നും ഭൂ ഉടമകൾ പറഞ്ഞു. എന്നാൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുള്ള പ്രദേശം കൂടി ഉൾപ്പെടുന്നതിനാൽ മേൽവിലയൊന്നും സെന്റൊന്നിന് ലഭിക്കില്ലെന്ന് കളക്ടർ യോഗത്തിൽ അറിയിച്ചു. മലയാളം സർവകലാശാലയ്ക്കു വേണ്ടി വിട്ട് നൽകുന്ന ഭൂമിക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തിൽ നിന്നും വലിയൊരു തുക ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടതിനാൽ മേൽപ്പറഞ്ഞ വില തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൈവശക്കാർ അറിയിച്ചു. മൊത്തം ഭൂമി കണക്കിലെടുത്ത് സെന്റൊന്നിന് 1 ലക്ഷം രൂപ നൽകാമെന്ന് കളക്ടർ അറിയിച്ചു. മേൽവില തൃപ്തികരമല്ലെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. തുടർന്ന് 20% കൂടി വർദ്ധിപ്പിച്ച് 1,20,000 രൂപ നൽകാമെന്ന് കളക്ടർ അറിയിച്ചു. പ്രസ്തുത വിലക്ക് ഭൂമി നൽകാനാവില്ലെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. 10,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 1,30,000 രൂപ വരെ നൽകാമെന്ന് കളക്ടർ ഭൂ ഉടമകളെ അറിയിച്ചു. പ്രസ്തുത വിലക്കും ഭൂമി വിട്ടു നൽകാൻ ഭൂ ഉടമകൾ തയ്യാറായില്ല. സെന്റൊന്നിന് 3 ലക്ഷം രൂപയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ആയതിൽ നിന്ന് 10% കൂടി കുറച്ച് സെന്റൊന്നിന് 2,80,000 രൂപക്ക് ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടി വരുന്ന സംഖ്യ കൂടി കുറക്കുമ്പോൾ നഷ്ടപരിഹാര ഇനത്തിൽ ലഭിക്കുന്ന സംഖ്യയിൽ വലിയൊരു കുറവുണ്ടാകുമെന്നും കൈവശക്കാർ അറിയിച്ചു. നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. മൊത്തത്തിൽ കണക്കിലെടുത്ത് സെന്റൊന്നിന് 1,50,000 രൂപ നൽകാൻ തയ്യാറാണെന്ന് കളക്ടർ അറിയിച്ചു. ആയതിന് തങ്ങൾക്ക് സമ്മതമില്ലെന്നും 2,50,000 രൂപയെങ്കിലും ലഭിക്കാതെ മൊത്തം ഭൂമി വിട്ടു നൽകാനാവില്ലെന്നും ഭൂ ഉടമകൾ അറിയിച്ചു. അത്രയും വലിയൊരു സംഖ്യ സെന്റൊന്നിന് നൽകാനാവില്ലെന്ന് കളക്ടർ അറിയിച്ചു. മലയാളം യൂണിവേഴ്സിറ്റി തിരൂരിൽ തന്നെ നിലവിൽ വരണമെന്നതാണ് ആഗ്രഹിക്കുന്നതെന്നും ആയതിനാൽ സെന്റൊന്നിന് 2 ലക്ഷം രൂപ വെച്ച് മൊത്തം ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഭൂ ഉടമകൾ യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് 10% കൂടി വില വർദ്ധിപ്പിച്ച് മൊത്തം ഭൂമിയിൽ 1,65,000 രൂപ സെന്റൊന്നിന് നൽകാമെന്ന് കളക്ടർ അറിയിച്ചു. മൊത്തം ഭൂമിയിൽ സെന്റൊന്നിന് 2 ലക്ഷം രൂപയാണ് അവസാന വിലയായി സെന്റൊന്നിന് പ്രതീക്ഷിക്കുന്നതെന്ന് ഭൂ ഉടമകൾ അറിയിച്ചു. പ്രസ്തുത വിലക്ക് മുകളിൽ വില കാണാനാവില്ലെന്നും ഭൂമി 3 കാറ്റഗറി ആയതിനാൽ 3 തരത്തിൽ വില കാണേണ്ടതുണ്ടെന്നും കളക്ടർ അറിയിച്ചു. PWD റോഡ് ആക്സസ് ഉള്ള ഭൂമിക്ക് സെന്റൊന്നിന് 2,70,000 രൂപയും പഞ്ചായത്ത് റോഡ് ആക്സസ് ഉള്ള ഭൂമിക്ക് സെന്റൊന്നിന് 1,70,000 രൂപയും റോഡ് സൗകര്യങ്ങളില്ലാത്ത ഭൂമിക്ക് സെന്റൊന്നിന് 70,000 രൂപയും വെച്ചും കാണേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർന്ന് പ്രസ്തുത ഭൂമിയുടെ കൈവശക്കാരായ
ആളുകൾ മൊത്തം ഭൂമിക്ക് സെന്റ് ഒന്നിന് ഒറ്റ വില നൽകിയാൽ മതിയെന്നും കൈവശക്കാർ അറിയിച്ചു. അങ്ങനെയെങ്കിലും ആവറേജ് വിലയായി 1,70,000 രൂപ സെന്റ് ഒന്നിന് നൽകാമെന്നും കൈവശക്കാരുടെ മൊത്തം അഭിപ്രായം കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും കളക്ടർ യോഗത്തിൽ അറിയിച്ചു. 1:45 യോഗം അവസാനിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ മലപ്പുറം. ഇതാണ് UDFന്റെ ഭരണകാലത്ത്, കോൺഗ്രസിന്റെ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത്, മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് അന്ന് DLC ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനം. അതിന്റെ മിനിറ്റ്സാണ് ഞാൻ ഈ വായിച്ചത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ വൈസ് ചാൻസലർ ജയകുമാറിനെ നിങ്ങൾക്കൊക്കെ അറിയാലോ, പത്രക്കാർക്കറിയാലോ. ഈ സ്ഥലം വാങ്ങണമെന്ന് ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തോട് നിർബന്ധം ചുമത്തുകയോ പറയുകയോ ചെയ്തതായി അദ്ദേഹം പറയട്ടെ. അദ്ദേഹം തന്നെയാണ് ഇതിന് ശേഷം LDF സർക്കാർ വന്നു. LDF സർക്കാർ വന്നതിന് ശേഷം 1,70,000 എന്നുള്ളത് സെന്റ് ഒന്നിന് 1,60,000 ആക്കി. 1,60,000 ആക്കിയതിൽ UDFന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് സെന്റ് ഒന്നിന് 10,000 രൂപ വെച്ച് കിട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. 1,70,000 എന്നുള്ളത് 1,60,000 ആയപ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റായി സർക്കാരുമായി കച്ചവടം ചെയ്യാം എന്ന് ഭൂ ഉടമകൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1,60,000 എന്നുള്ള എമൗണ്ടിലേക്ക് കുറഞ്ഞത്. 17.5 ഏക്കർ എന്നുള്ളത് 11 ഏക്കറാക്കി ചുരുക്കി. വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കി, കണ്ടൽക്കാടുകളുടെ പ്രദേശം ഒഴിവാക്കി 11 ഏക്കറാക്കി ചുരുക്കി. ഇതാണ് അഴിമതി നടത്തി LDF സർക്കാരിൻ്റെ കാലത്ത് എന്ന് UDFകാർ ആക്ഷേപിക്കുന്നത്. സത്യത്തിൽ 10,000 രൂപ കൂട്ടി 1,70,000 തന്നെയായിരുന്നു LDF സർക്കാർ ഇതിന് വില നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. സെന്റ് ഒന്നിന് 10,000 രൂപ വെച്ച് മുസ്ലിം ലീഗിന് ലീഗിൻ്റെ അവിടുത്തെ പറമ്പ് കച്ചവടക്കാരായ ബ്രോക്കർമാർക്ക് കിട്ടിയില്ല, ലീഗിൻ്റെ പല പ്രാദേശിക നേതാക്കൾക്കും വിഹിതം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നോക്കിയത്. അല്ലാതെ ഇതിൽ വില കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബെഞ്ച് മാർക്കിൻ്റെ അവിടെ 1,20,000 സ്ഥലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് സന്ദർശിച്ച് ആ ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം അങ്ങോട്ട് ഒരു വാഹനത്തിന്, ഒരു ബസ്സിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ. ഇത് PWD റോഡിൻ്റെ ഓരത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലം. എന്നാൽ ഉൾറോട്ടിന് തദ്ദേശ സ്ഥാപന റോഡിൻ്റെ ഭാഗത്താണ് ബെഞ്ച് മാർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം, അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലം. അതുകൊണ്ട് ആ സ്ഥലം എടുക്കേണ്ട എന്ന് ജയകുമാറാണ് തീരുമാനിച്ചത്. അത് റവന്യൂ വകുപ്പ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു. അവസാനം ഭൂമി വിലക്ക് ഏറ്റെടുക്കുന്നത് 9/11/2018 അതുമാത്രമാണ് 2018 നടക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം മാത്രം, അതിൻ്റെ ഓർഡർ ഇവിടെ ഉണ്ട്. അല്ലാതെ ഭൂമിക്ക് വില നിശ്ചയിച്ചത്, രണ്ടാമതും ഭൂമിക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം 10,000 രൂപ കുറക്കുന്നത്, ഇതെല്ലാം നടക്കുന്നത് ഒന്ന് UDFന്റെ ഭരണകാലത്താണ്. രണ്ടാമത്തേത് LDF സർക്കാർ വന്നതിന് ശേഷം വില കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വില കൂട്ടുകയല്ല. കൂടുതൽ സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയല്ല ചെയ്തത്, 11 ഏക്കറിലാക്കി അത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും, എന്താ സംശയം? 1001 വട്ടം ഏത് അന്വേഷണമായാലും വരട്ടെ, ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് വരട്ടെ അന്വേഷിക്കാൻ, അതിലൊന്നും ഒരു ഭയവും ഇല്ല. ഫിറോസ് പറയട്ടെ, ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഞാൻ ഈ കണക്കുകൾ കാണിക്കുമെന്ന് പറയട്ടെ.
പറയാൻ പറ്റുമോ? ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചല്ലോ. ഇപ്പോൾ ഈ ധോത്തി ചാലഞ്ചിൽ ഇതാ ഈ പുതിയ തുണി, ഇതിന് കൊടുത്ത രാംരാജിന് കൊടുത്ത പൈസയുടെ ബില്ല് ഒന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടട്ടെ. മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലെ കാണിക്കട്ടെ. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ആ ജാതി മുക്കലാണ് മുക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ബീഭത്സമായ തട്ടിപ്പാണ് ശ്രീ ഫിറോസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ മുസ്ലിം യൂത്ത് ലീഗിൽ നടന്നിരിക്കുന്നത്.